ദൈവത്തിന് സ്തുതി. ഒരു ഫോർവേഡ് മെസ്സേജ് ഇങ്ങനെ വായിച്ചതായി ഓർക്കുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ മുമ്പോട്ട് പോകുമ്പോൾ നാം സന്തോഷിക്കുന്നത് നാം ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ മാത്രമാണ് എന്നാണത്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഉയർച്ച ഉണ്ടാകുമ്പോൾ ആത്മാർത്ഥമായി സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്, ആപത്തിൽ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്തെന്ന്. എന്നാൽ ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. അപരന്റെ നേട്ടങ്ങളെ സ്വന്തം നേട്ടങ്ങളായി കണ്ട് ആഘോഷിക്കുന്നവരല്ലേ യഥാർത്ഥ സുഹൃത്തുക്കൾ. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച അരുമനാഥന്റെ അനുയായികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നാം ഓരോരുത്തരും നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. മറ്റുള്ളവരുടെ ഭൗതിക വളർച്ചയിൽ മാത്രമല്ല, ആത്മീക വളർച്ചയിലും സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അപരന്റെ ആത്മീയ പുരോഗതിയിലുണ്ടാകുന്ന അസൂയ പരിശുദ്ധാത്മാവിന് എതിരായിട്ടുള്ള പാപമായി എണ്ണപ്പെടുന്നു. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 5 അധ്യായം 11 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. അതെ, പരിശുദ്ധ സഭ വിശുദ്ധ നോമ്പിന്റെ കാലങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ സമയത്ത് മറ്റുള്ളവരുടെ ആത്മീക വളർച്ചയിൽ സന്തോഷിച്ച് അവരോട് ചേർന്ന് നമുക്കും ആത്മീക വർധനവ് വരുത്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കാം. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.